നമുക്ക് ഈ വിഷയം കൂടുതലായി നമുക്ക് പ്രേക്ഷകരോട് സംവദിക്കാൻ എന്നോടൊപ്പം ഗിഗ് വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന സെക്രട്ടറി TC സഞ്ജിത്ത് ആണുള്ളത്. ഈ ഗിഗ് വർക്കേഴ്സ് യൂണിയനെ സംബന്ധിച്ച് ഇത് ഇത്തരത്തിലുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമിലെ സാധാരണക്കാരായ ജീവനക്കാർക്ക് വേണ്ടി രൂപീകരിക്കപ്പെട്ട സംഘടനയാണ്. അതിൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ് TC സഞ്ജിത്ത്. നമുക്ക് സേഫ് തന്നെ കൂടുതൽ കാര്യങ്ങൾ ചോദിക്കുക, അദ്ദേഹം നമ്മളോട് പ്രതികരിക്കും. ശരി, TC സഞ്ജിത്ത്, ഗിഗ് വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന സെക്രട്ടറി ഇപ്പോൾ നമ്മോടൊപ്പം തത്സമയം ചേരുന്നുണ്ട്. ശ്രീ സഞ്ജിത്ത്, ഇന്നിപ്പോൾ നിങ്ങൾ ഈ സമരം അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എന്ത് ഉറപ്പാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടിയത്? ഒരു ചർച്ച നടത്താമെന്നവർ ഏറ്റിട്ടുണ്ട്. എന്നത്തേക്കാണ് ചർച്ചയ്ക്ക് ഡേറ്റ് തന്നിട്ടുള്ളത്? ഓൺലൈൻ ഭക്ഷ്യ വിതരണ രംഗത്ത് കടുത്ത ചൂഷണമാണ് നിലനിൽക്കുന്നത്. അതിന് ശാശ്വതമായ പരിഹാരം കാണണമെങ്കിൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ നിയമനിർമ്മാണത്തിന് സന്നദ്ധമാണ്. അല്ലാതെ ഈ വിഷയം പരിഹരിക്കപ്പെടാൻ പോകുന്നില്ല. ഇപ്പോൾ സമരരംഗത്തുള്ള തൊഴിലാളികളോട് അനുഭാവപൂർണ്ണമായൊരു സമീപനം ഗവൺമെൻറ് സ്വീകരിച്ചിരിക്കുന്നു എന്നത് നമുക്ക് സ്വാഗതം ചെയ്യാവുന്ന കാര്യമാണ്. പക്ഷേ അതുകൊണ്ട് ഒരു പരിഹാരം ഉണ്ടാകാൻ പോകുന്നില്ല. കൊച്ചിയിൽ കഴിഞ്ഞ 9 മാസക്കാലം മുമ്പ് 28 ദിവസക്കാലം ജീവനക്കാർ വലിയ സമരം നടത്തിയതാണ്. ആ സമരത്തിനൊടുവിൽ അന്നത്തെ ലേബർ കമ്മീഷണറുടെ നേതൃത്വത്തിൽ ചർച്ചകൾ നടന്നതാണ്. എന്നാൽ ഒരു തീരുമാനവും ഉണ്ടായില്ല. AITUC ഇക്കാര്യത്തിൽ ആവശ്യപ്പെടുന്നത് സമഗ്രമായ നിയമനിർമ്മാണം ഉണ്ടാവണം. ഈ രംഗത്ത് ജോലിയെടുക്കുന്ന അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാരെ തൊഴിലാളികളായി പരിഗണിക്കാൻ ഗവൺമെൻറ് അതുപോലെ തന്നെ മാനേജ്മെൻറ്റും തയ്യാറാവണം. ഞാൻ വേഗത്തിൽ ചോദ്യങ്ങളിലേക്ക് കടക്കുന്നു. ശ്രീ സഞ്ജിത്ത്, നിങ്ങൾക്ക് എന്നത്തേക്കാണ് ഇപ്പോൾ ഒരു ഉറപ്പ് കിട്ടിയിട്ടുള്ളത്? ആ ഡേറ്റിൽ ഒരു കൃത്യമായ ഒരു ചർച്ച, നിങ്ങൾക്ക് പറയാനുള്ളതെല്ലാം കേട്ട് സർക്കാർ അത് അനുഭാവപൂർവ്വം കേട്ട് ഒരു പരിഹാരം ഉണ്ടാകുമെന്ന പ്രതീക്ഷ താങ്കൾക്കുണ്ടോ? തീർച്ചയായിട്ടും ഗവൺമെൻറ് അക്കാര്യത്തിൽ എടുത്തിട്ടുള്ള സമീപനത്തെ AITUC സ്വാഗതം ചെയ്യുകയാണ്. സമരത്തിൻ്റെ രൂപത്തെ സംബന്ധിച്ചെല്ലാം തിരുവനന്തപുരത്ത് സമര സഖാക്കൾ പറയും. ഇവിടെ പൊതുവായ പ്രശ്നം ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ ഒരു ചർച്ചയ്ക്ക് സന്നദ്ധമാകുന്നു എന്നുള്ളത് ജനാധിപത്യപരമായി ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. അത് ഗവൺമെൻറ് മുൻകൈ എടുക്കുകയാണ്. പക്ഷേ ആ ഗവൺമെൻറ് മുൻകൈ എടുക്കുമ്പോൾ തന്നെ ശാശ്വതമായ പരിഹാരം ഉണ്ടാവണം. ഇവരുടെ സേവന വേതന വ്യവസ്ഥകൾ, ശമ്പള പരിഷ്കരണം അത് സാധ്യമാക്കണം. അതിന് നിയമപരിരക്ഷ ഉണ്ടാവണം. കഴിഞ്ഞ 28 ദിവസക്കാലത്തെ കൊച്ചിയിലെ സമരത്തിനൊടുവിലും ഗവൺമെൻറ് നടത്തിയ ചർച്ചയിൽ മാനേജ്മെൻറ്റ് തത്വത്തിൽ അംഗീകരിച്ചു പോയി എങ്കിൽ അതൊന്നുമേ നടപ്പിലാക്കാൻ മാനേജ്മെൻറ്റ് തയ്യാറായില്ല എന്ന് മാത്രമല്ല, പുതിയ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കി ഇവിടുത്തെ ജീവനക്കാരെയും തൊഴിലാളികളെയും ചൂഷണം ചെയ്യാനുള്ള പുതിയ മാർഗങ്ങളെ സംബന്ധിച്ച് ഗവേഷണം നടത്തുകയാണ് മാനേജ്മെൻറ്റ് ഉണ്ടായത്. ഇപ്പോൾ കഴിഞ്ഞ എത്രയോ കാലമായി ശമ്പള പരിഷ്കരണം സാധ്യമായിട്ടില്ല. 1 കിലോമീറ്റർ സഞ്ചരിക്കുന്നതിന് നൽകുന്നത് പഴയ സ്കീമിൽപ്പെട്ടവർക്ക് 5 രൂപയാണ്, പുതിയ സ്കീമിൽപ്പെട്ടവർക്ക് 100 രൂപയാണ്. ഈ സ്കീം ഏർപ്പെടുന്നത് തന്നെ തൊഴിലാളികളെ ഭിന്നിപ്പിക്കാനുള്ള മാനേജ്മെൻറ്റിൻ്റെ നീക്കമാണ്. ഇതിന് ഏകീകൃതമായ ഒരു സ്വഭാവം ഉണ്ടാവണം, ശാസ്ത്രീയമായ പഠനം ഉണ്ടാവണം, തൊഴിലെടുക്കുന്ന തൊഴിലാളിക്ക് മാന്യമായി ജീവിക്കാനുള്ള അവകാശം ഉണ്ടാവണം. ഇൻസെൻറ്റീവ് എന്ന വ്യാമോഹം നൽകി അവനെ കൊണ്ട് പണിയെടുപ്പിക്കുകയും ഇൻസെൻറ്റീവിൻ്റെ തൊട്ടടുത്തെത്തുമ്പോൾ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് അവൻ്റെ ഓർഡറുകൾ ലഭ്യമല്ലാത്ത സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ട് അവനെ ഇൻസെൻറ്റീവിന് അർഹതയില്ലാത്ത ആളാക്കി മാറ്റുന്ന സമീപനം പോലും മാനേജ്മെൻറ്റ് സ്വീകരിക്കുകയാണ്. ടിപ്പ് കൊടുക്കുന്നു ഉപഭോക്താവ്, അത് തൊഴിലാളികൾക്ക് എത്തിച്ചു കൊടുക്കുന്നില്ല. ഇങ്ങനെ വിവിധങ്ങളായ പ്രശ്നങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട്. വേതന പരിഷ്കരണത്തിൻ്റെ കാര്യം എന്തിന് വേണമെന്നുള്ള കാര്യമാണ് നിങ്ങൾ സൂചിപ്പിച്ചത്. വേതനത്തിൻ്റെ കാര്യത്തിൽ ചില പ്രയാസങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട് എന്നുള്ള കാര്യവും സൂചിപ്പിച്ചു. ഇനി ജോലി സുരക്ഷയുടെ കാര്യത്തിലേക്ക് വന്നാൽ, ജോലിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഇപ്പോൾ കൊച്ചി പോലെയുള്ള ഒരു മെട്രോ സിറ്റിയിലൊക്കെ ഏകദേശം 50% ആളുകൾ പൂർണ്ണമായും ഇത്തരത്തിലുള്ള ഓൺലൈൻ ഫുഡ് ആശ്രയിക്കുന്ന ആളുകളാണ്. അപ്പോൾ ആ തരത്തിൽ നിങ്ങൾക്ക് അധികം ജോലിയും അധികം അവസരവും ഒക്കെ ഉള്ള ഒരു ഇടമാണ്. ഇനി കൊച്ചി അല്ലാതെ ആണെങ്കിൽ കൂടിയും വളരെ തിരക്കുള്ള സിറ്റികളിലൂടെയൊക്കെ നിങ്ങളെ ജീവൻ പണയം വെച്ചിട്ടാണ് അവിടുത്തെ ഈ ജീവനക്കാർ ഈ ഭക്ഷണം കൊണ്ടുപോകുന്നത്. നമ്മൾ കൺമുന്നിൽ കാണുന്ന ഒരു സംഗതിയും കൂടിയാണ്. ഈ ജോലി സുരക്ഷയുടെ കാര്യത്തിൽ സ്വിഗ്ഗി ജീവനക്കാർ ഏതെല്ലാം തരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്? അതിനകത്ത് എന്തെല്ലാം മെച്ചപ്പെട്ട സുരക്ഷാ സംവിധാനങ്ങൾ വേണമെന്നാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത്? ഇൻഷുറൻസ് സംവിധാനം ഏർപ്പെടുത്തണം. കാരണം നിശ്ചിത സമയത്തിനുള്ളിൽ ഭക്ഷണം ഡെലിവറി നടത്തുക എന്ന് പറയുന്ന ഉത്തരവാദിത്വമാണ് തൊഴിലാളി നിർവഹിക്കുന്നത്. എങ്കിൽ മാത്രമേ അവന് കൃത്യമായ വേതനം ലഭിക്കുകയുള്ളൂ, ഇൻസെൻറ്റീവ് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ സമയബന്ധിതമായി ഭക്ഷണം വിതരണം ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് നഗരത്തിൻ്റെ വിവിധ റോഡുകളിലൂടെ ആണ് ഇവർ സഞ്ചരിക്കുന്നത്. സ്വാഭാവികമായും അപകടം പതിയിരിക്കുന്നുണ്ട്.
റോഡിൽ നിരവധിയായ അപകടങ്ങൾ ഉണ്ടാവുന്നു. ഇവിടെ കൊച്ചിയിൽ തന്നെ ഏതാണ്ട് 3ഓളം തൊഴിലാളികൾ മരണപ്പെട്ടിട്ടുണ്ട് ഒരു വർഷത്തിനിടയിൽ. 15ഓളം പേർ കിടപ്പിലായിട്ടുണ്ട്. അവർക്കൊന്നും ഒരു പരിരക്ഷയും നൽകാൻ മാനേജ്മെൻറ്റ് തയ്യാറായിട്ടില്ല. മനുഷ്യത്വരഹിതമായ സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഒരു സുരക്ഷിതത്വവും ഇതുമായി ബന്ധപ്പെട്ടില്ല. ഇവിടെ അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർ തൊഴിലില്ലാത്ത ഒരു ഘട്ടം വരുമ്പോൾ തൊഴിലിനായി ആശ്രയിക്കുന്ന ഈ മേഖലയിൽ ഫ്ളാറ്റുകളിലേക്ക് കടന്നു ചെന്നാൽ മോശം സമീപനങ്ങൾ ഉണ്ടാകുന്നു. സെക്യൂരിറ്റി ജീവനക്കാർ അവരെ രണ്ടാം തരം പൗരന്മാരായി കാണുന്നു, തൊഴിലാളിയായി പരിഗണിക്കുന്നില്ല. പലപ്പോഴും അർദ്ധരാത്രിയിൽ പോലും ഭക്ഷണ വിതരണ രംഗത്ത് പ്രവർത്തിക്കുന്ന സേവനം നടത്തുന്ന ഈ തൊഴിലാളികളോട് മനുഷ്യത്വപൂർണ്ണമായി സമീപിക്കാത്ത അപൂർവം ചില സന്ദർഭങ്ങൾ പോലും നഗരത്തിനകത്തുണ്ടായിട്ടുണ്ട്. ലഹരി ഉപയോഗിക്കുന്നവരുടെ അടുത്തേക്ക് ഫുഡുമായി ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന സുരക്ഷിതത്വമില്ലായ്മ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ തൊഴിലാളികൾ വളരെ ദയനീയമായ മനുഷ്യത്വരഹിതമായ ഒരു തൊഴിൽ സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നത് ഗവൺമെൻറ്റിന് മുന്നിൽ ഞങ്ങൾ പറയുന്നുണ്ട്. ഇതിനെല്ലാം പരിഹാരം കാണേണ്ടത് ഞങ്ങൾക്ക് നിങ്ങളുമായി സംസാരിക്കാൻ, തൊഴിലാളികളുമായി സംസാരിക്കാൻ ഒരു ബാധ്യതയുമില്ല എന്നതാണ് മാനേജ്മെൻറ്റ് പറയുന്നത്. മാനേജ്മെൻറ്റിൻ്റെ പ്രതിനിധികളായി വരുന്ന സ്റ്റാഫ് ആവട്ടെ, അവർ പറയുന്നത് ഞങ്ങൾക്കിതെല്ലാം കേൾക്കാനുള്ള അവകാശമുണ്ട്, പക്ഷേ ഞങ്ങൾക്കിതൊരു നിലപാട് സ്വീകരിക്കാൻ, ഒരു തീരുമാനമുണ്ടാക്കാൻ ഞങ്ങൾക്കാവില്ല എന്നാണ്. അതിന് പരിഹാരം കണ്ടെത്തണമെങ്കിൽ നിയമനിർമ്മാണമല്ലാതെ മറ്റൊരു മാർഗമില്ല. തൊഴിലാളികളെ ഈ മേഖലയിൽ പണിയെടുക്കുന്നവർ ഇപ്പോൾ ക്യാപ്റ്റന്മാർ എന്നാണ് വിളിക്കുന്നത്. വിളിപ്പേരൊക്കെ വളരെ മനോഹരമാണ്. നേരത്തെ ഇപ്പം ക്യാപ്റ്റന്മാരെന്ന് വിളിക്കുന്നു, നേരത്തെ പാർട്ട്നേഴ്സ് എന്ന് വിളിക്കുന്നു. പക്ഷെ ക്യാപ്റ്റനായാലും പാർട്ട്ണറായാലും ഇവയാളെ തൊഴിലാളിയായി പ്രയാസങ്ങൾ നിങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട്, ഇത് മനസ്സിലാക്കുന്നു. ഇപ്പോൾ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട് മന്ത്രി, ചർച്ച നടക്കട്ടെ, നിങ്ങളുടെ വിഷയങ്ങളൊക്കെ അതിൻ്റെ ഗൗരവത്തോടു കൂടി തന്നെ സർക്കാർ കേൾക്കട്ടെ, പരിഹാരമുണ്ടാവട്ടെ എന്ന് പ്രതീക്ഷ